സൃഷ്ടിയിൽ വിശ്വസിക്കുന്നവൻ അവനാണ് രക്ഷകൻ, അവനാണ് സംരക്ഷകൻ, അവനാണ് ഈ ലോകത്തിന്റെ അതിപരാശക്തി, അവനാണ് നമുക്ക് ഉപജീവനം നൽകുന്നവൻ, അവനാണ് ഒരു ഉമ്മാന്റെ ഗർഭാശയത്തിൽ നീണ്ട 10 മാസക്കാലത്തോളം വായു നൽകി നമ്മളെ സംരക്ഷിച്ചവൻ, ഭക്ഷണം നൽകി നമ്മെ സംരക്ഷിച്ചവൻ. ഒരു ഉമ്മാന്റെ ചെറിയ ദ്വാരത്തിലൂടെ ഈ കണ്ണും മൂക്കും നാക്കും ആകാര സൗഷ്ഠവവുമുള്ള മനുഷ്യനെ ഈ ബൃഹത്തായ ലോകത്തേക്ക് കൊണ്ടുവന്നവൻ ആ ജഗത് നിയന്താവത്രേ. ലോകത്തിന്റെ സകലമാന മനുഷ്യ മക്കൾക്കും ഭക്ഷണം നൽകുന്നവൻ അവനാണ്. ആർത്തിരമ്പ് അട്ടഹസിക്കുന്ന കടലിന്റെ അഗാധ ഗർത്തത്തിൽ ഊളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ തന്റെ സൂക്ഷ്മദർശിനിയിലൂടെ പോലും കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ നിയന്ത്രിക്കുന്നവനും സൃഷ്ടിക്കുന്നവനും സംഹരിക്കുന്നവനും ആ സംഹാര കർത്താവത്രേ. ആകാശ നീലിമയിലൂടെ പറന്ന് വിഹരിക്കുന്ന പക്ഷി പറവാദികളുടെ ചിറകടികളെ നിയന്ത്രിക്കുന്നവൻ അവനാണ്. കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കുമ്പോ വടവൃക്ഷങ്ങളിൽ കലവില ശബ്ദമുണ്ടാക്കി ഒട്ടിയ വയറുമായി വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്ന് ചെല്ലുന്ന പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭൂമിയുടെ ഏതോ കോണിൽ ഭക്ഷണം നിശ്ചയിച്ച റാസിഖേ, നിനക്കാണ് അഖിലസ്തുതി, നിനക്കാണ് നിഖിലസ്തുതി, നിനക്കാണ് സങ്കീർത്തനങ്ങൾ, നിനക്കാണ് പ്രകീർത്തനങ്ങൾ. അൽഹംദുലില്ലാഹ്. ആ പടച്ച തമ്പുരാൻ പറയുന്നത് കേൾക്കണേ, അവൻ പറയുന്നത് അനുസരിക്കണേ. അവന്റെ ഖുർആന്റെ വാക്കുകളാണ്. അവന്റെ അജയ്യതയെ നിങ്ങൾ വിളിച്ചോതേണമേ. അവനാണ് പറയുന്നത് നാളെ ഒരു ജീവിതമുണ്ട്, ബർസഖിയായ ജീവിതമുണ്ട്. ആരുടെ മണ്ണിന്റെ ഇരുണ്ട തുരത്തിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ 2 മലക്കുകൾ വരും. ആ മലക്കുകളുടെ ചോദ്യത്തിന് നിങ്ങൾ തക്കതായ മറുപടി നൽകിയാൽ സ്വർഗത്തിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തുറന്നു തരും. ആ മലക്കുകൾ ഉറങ്ങിക്കിടക്കുന്ന മയ്യത്തിനെ തട്ടി ഉണർത്തിക്കൊണ്ട് ആരാണടാ നിന്റെ രക്ഷിതാവെന്ന് ചോദിക്കുമ്പോ അന്ന് വരെ മനുഷ്യ നീ റബ്ബിനെ നിന്റെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കൂസലുമില്ലാതെ ചങ്കൂറ്റത്തോടെ ധൈര്യസമേതം നീ ആ മുൻകർ നക്കീറിനോട് പറയുമത്രേ, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്റെ നാഥൻ അല്ലാഹുവാണ്, എന്റെ രക്ഷകൻ അല്ലാഹുവാണെന്ന് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ ആ മലക്കിന്റെ മുന്നിൽ പറയാനുള്ള ചങ്കൂറ്റം ആരൊരാൾക്ക് നൽകിയോ അവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സൽമാനുൽ ഫാരിസി ചോദിച്ചു, അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഅം യാ സൽമാൻ, എന്റെ ഉമ്മത്തിന്റെ മേലൊരു കാലഘട്ടം വരും, അന്നിതെല്ലാം സംഭവിക്കും സൽമാൻ. എങ്ങനെയാണെന്ന് ഹബീബായ തങ്ങളോട് സൽമാനുൽ ഫാരിസി ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്ത്രീകളുടെ അഹങ്കാരത്തെ കുറിച്ച് പറയുന്ന വഴികളിൽ നബി തങ്ങൾ വിശദീകരിച്ചു തരികയാ. എന്റെ ഉമ്മത്തിന്റെ മേലൊരു കാലഘട്ടം വരും, അന്ന് സ്ത്രീകൾ സഞ്ചരിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? ആഡംബര വാഹനങ്ങളിലൂടെ കയറി ഇറങ്ങി ആണിന്റെ തോളിൽ കൈയിട്ട് പെണ്ണ് യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടം സൽമാൻ എന്റെ ഉമ്മത്തികൾ കാണാതെ ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരദയിട്ട് തട്ടമിട്ട് പോകുന്ന എന്റെ പൊന്നു പെങ്ങളെ, ആരാന്റെ കൂട്ടത്തിൽ കോളേജ് കുമാരന്റെ പിറകെ ഒരു കൂസലുമില്ലാതെ അന്തസ്സും അഭിമാനവും പണയപ്പെടുത്തിയിട്ട് ഹയാ പോലുമില്ലാതെ കെട്ടിപ്പിടിച്ച് ചേർന്നിരുന്നു കൊണ്ട് കിന്നാരം പറഞ്ഞുകൊണ്ട് ആരാന്റെ പിറകെ പോയിരുന്ന് യാത്ര ചെയ്യുന്ന പൊന്നേ, നിന്നെ കുറിച്ചല്ലയോ 1000 ആണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഹിജാസിന്റെ ഉടമസ്ഥൻ പറഞ്ഞത്, ഗുഹ്യഭാഗങ്ങൾ കൊണ്ട് പൃഷ്ഠഭാഗം തള്ളിപ്പിടിച്ചുകൊണ്ട് പെൺകുട്ടികൾ യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായം നേരിൽ കാണാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. സ്ത്രീകൾ അവരുടെ ഔറത്ത് കൊണ്ട് യാത്ര ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെങ്കിൽ ഇന്ന് ബൈക്കിൽ പോകുന്ന പെണ്ണുങ്ങളെ, നിങ്ങളുടെ യാത്ര നബി തങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ടതല്ലയോ?